ഹായ് ഫ്രണ്ട്സ്, വളരെ സിമ്പിളായി പെർഫെക്റ്റായ വെളിച്ചെണ്ണ അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മാവ് ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഇൻസ്റ്റൻ്റായി തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം കുതിർത്തെടുത്താൽ മതി. അരിയിലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 കപ്പ് നാളികേരവും 1/4 കപ്പ് അളവിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ, കൂടുതൽ ചൂടിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിതിങ്ങനെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. മാവ് കട്ടിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതേ പച്ചരിയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. ആ ഒരു പാകത്തിനാണ് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒന്നുകിൽ നാളികേര കൊത്ത് അല്ലെങ്കിൽ ഇതുപോലെ ചിരകിയ നാളികേരം ഒന്നിങ്ങനെ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നാളികേരം ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരത്തിൻ്റെ ആ ചൂടിൽ തന്നെ എള്ളൊക്കെ ഒന്ന് പാകത്തിനായി കിട്ടും. നമുക്കിത് നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വെള്ളം കൂടി കഴിഞ്ഞാൽ അപ്പം ശരിയായി കിട്ടില്ല. ഇതുപോലൊരു വെള്ളയപ്പ ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പാകമൊക്കെ ഒന്ന് മനസ്സിലാവും കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂടി പോയരുത്, ഒരുപാട് കുറഞ്ഞും പോയരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കാം. ചൂടുള്ള വെളിച്ചെണ്ണ അങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അപ്പോൾ നല്ലതുപോലെ പൊള്ളച്ച് വരും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലതുപോലെ തന്നെ മൊരിച്ചെടുക്കണം. നമ്മളിവിടെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് അളവിൽ തന്നെയാണ്. ഞാനിവിടെ 3/4 കപ്പ് ശർക്കര പാനിയും പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഇതുപോലെ വെളിച്ചെണ്ണപ്പം തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെയൊക്കെ കറക്റ്റായി കിട്ടാൻ തുടങ്ങിയത്. ആദ്യമായി ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ എപ്പോഴും കുറച്ച് അളവിൽ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നന്നായി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. സൈഡ് ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അപ്പങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാ വെളിച്ചെണ്ണപ്പവും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു അളവിൽ തയ്യാറാക്കുമ്പോൾ ഒരു 8 എണ്ണമൊക്കെയാണ് തയ്യാറാക്കാനുള്ള മാവ് ഉണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിങ്ങനെ പൊന്തി വരും. നല്ല പെർഫെക്റ്റായി ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നമുക്കിത് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള 8 എണ്ണമാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.